ഞാനിന്നും ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ എടുത്താട്ടാ മുകളിലാണുള്ളത്. വരാൻ കാരണം എന്താ വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങൾ പെട്ടെന്ന് വന്നപ്പോൾ ഒരു 3-4 പഴുത്തുക്കണ്. അപ്പം അതൊന്ന് പറിക്കാന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പറിക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പറിക്കാൻ. ഇത് ഉണ്ടാക്കാനേക്കാട്ടി പണിയാണ് ഇത് പറിക്കാനുള്ളത്. പഴുത്ത് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് വിൽപ്പനയ്ക്കല്ല കേട്ടോ, ഇതിപ്പം നമ്മളെ വീട്ടാവശ്യത്തിന് എടുക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കയറിയത്. കുറച്ചൊക്കെ നമ്മൾ കഴിക്കണ്ടേ. അപ്പോൾ ഇതിനുള്ളിലൊക്കെ പോയി പറിക്കാഞ്ഞാലേ മുള്ളൊന്നും കൊണ്ടാലേ ഭയങ്കര കടച്ചിലാണ്. പക്ഷികൾ പോലും ഇതിൻ്റെ അടുത്തേക്ക്, പക്ഷികൾ, അണ്ണാൻ, വവ്വാൽ അങ്ങനത്തെ സാധനങ്ങളും ഇതിൻ്റെ അടുത്തേക്ക് അടുക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കായൊക്കെ നല്ല അടിപൊളി കായാണ്. ഇത്രത്തോളം വലിപ്പമുണ്ട്. 3 കായാണ് ഞങ്ങളിന്ന് പറിക്കണത്. അപ്പോൾ ഇതിപ്പം ഒന്ന് അതൊക്കെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പറിക്കാം. ഒരു കായ അവിടെ ഉണ്ട്. അത് ഇപ്പോൾ പൂടുണ്ട്. അപ്പോൾ കമ്പുകളൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചാണ്. കമ്പുകളൊന്നും ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല. കാരണം ഇത് ഇങ്ങനെ പൂത്തുകൊണ്ടേയിരിക്കും. പൂക്കണ സമയത്ത് ഇത് നമ്മൾ പറിക്കാൻ പാടില്ല. കണ്ട അവിടെയൊക്കെ കായകളാണ്. 1, 2, 3, 4 പൂകൾ ഇപ്പോൾ ഇട്ടാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിലാക്കണം. അത് നാളെ 2 കായ പറിക്കാം. 2-3 കായ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പറിക്കാനുണ്ട്. വേണ്ട പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടെയൊക്കെ കായകളാണ്. ഇതിന് വേറൊരു പ്രശ്നങ്ങൾ വരുന്നത് വെച്ചാൽ രാത്രി ആയാൽ ഈ ഒച്ചിൻ്റെ ശല്യം ഭയങ്കര. ഒച്ച് തിന്നണതാണ് ഇതിൻ്റെ ഈ കാമ്പുകൾ. ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് കായകൾ നാളെ പറിക്കാനുള്ള ഒരു മുള്ള് കൊണ്ട് ഭയങ്കര കടച്ചിലാണ്. ഇവിടെ നല്ലൊരു മുള്ളാണ് കൊണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് പറിക്കാനുണ്ടാവും. ഒരു കൊല്ലയിൽ 3 4 അങ്ങനെയുള്ള ഡ്രാഗൺ ഫ്രൂട്ടുകളാണ്. ഇതുണ്ടോ, ഒരു 350 ഗ്രാമൊക്കെ ഉണ്ടാവും. അടിപൊളി കളറാണ്. ഇതൊന്നും കൂടി ആവാണ്ട് മഴ പെയ്താൽ വെച്ചാൽ മധുരത്തിന് ലേശം പ്രശ്നം വരണ്ടുമ്പോൾ ഉണ്ട്. അതിൽ ചോട കണ്ടില്ലേ, ഫുൾ ഓർഗാനിക്കാണ്. അതിൻ്റെ പ്രത്യേകത. അപ്പം ഉണ്ടല്ലേ, അടുത്തതിൽ ഞങ്ങൾ പറിച്ച് കൊടുക്കും, സെയിലുണ്ടാവും. ഇത് ഞങ്ങൾ ആവശ്യത്തിനെടുക്കാം കേട്ടോ. ഓക്കെ.